ഇനി നമ്മൾ എളുപ്പത്തിൽ തേങ്ങ അരച്ചിട്ട് മീൻ കറി വയ്ക്കുന്നത് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനെടുത്ത് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പത്തിന് വയ്ക്കാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടു. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കറിവേപ്പില, പച്ചമുളകും തക്കാളി അതുകൊണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തക്കാളി ഇട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? വറുത്തി കൊടുക്കുക. ഞാൻ പുതിയ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി തട്ടിക്കൊടുക്കും. ഇതിലൊന്ന് നന്നായിട്ട് എന്തെങ്കിലും മൂപ്പിക്കണം. നല്ലതായിട്ട് മൂപ്പിക്കണം. പച്ചച്ചുവയ്ക്ക് മാറുന്നത് നമുക്ക് എന്താ നല്ല മൂപ്പിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കാതെ ഇത് നന്നായിട്ട് ചൂടാവണം, തിളയ്ക്കണം. ഇപ്പം തന്നെ കണ്ട അതിൻ്റെ നല്ല അടിപൊളി കളറുണ്ടോ? നന്നായിട്ട് തിളയ്ക്കണം. കണ്ടല്ലോ, അടിപൊളി. നന്നായിട്ട് തിളച്ചു. അപ്പോൾ നമുക്ക് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അതങ്ങ് തേങ്ങ അരച്ച അരപ്പാണ്. അത് തട്ടി കൊടുക്കുക. പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ജാറ് കഴുകി അതിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ഉണ്ടല്ലോ നമ്മുടെ മീൻകറി എന്ത് ഭംഗിയായി. ചാറ് വയ്ക്കാൻ കപ്പയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കപ്പയും മീൻചാറും ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു നന്നായിട്ടൊന്ന് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? തിളപ്പിക്കുക. ഉപ്പൊക്കെയുണ്ട്, പുളിയുണ്ട്. ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. തിളയ്ക്കട്ടെ. തിള വന്നിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ചൂരമീനാണ് കേട്ടോ ഞാനിന്ന് വയ്ക്കുന്ന ചൂരമീനാണ്. അടിപൊളി ചൂര. നമുക്കൊന്നത് അടച്ച് വെച്ച് വേവിക്കും. ഓക്കെ. അങ്ങനെ നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു.
ഉപ്പും കൂടെ ഇട്ട് സൂപ്പർ മീൻ ചാറായി. നോക്കി നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല ഒന്നാന്തരം മീൻ ചാറ് അല്ല നന്നായിട്ട് നല്ല മീൻ ചാറ്. നമുക്ക് കപ്പയൊന്ന് ശരിയാക്കാം. നമ്മൾ മീൻ കറിയും കപ്പയും റെഡിയായി. ഞാനത് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. നമ്മൾ കപ്പയും മീൻ ചാറും അറിയിട്ടുണ്ട്. മീനിൻ്റെ തലയാണ് എനിക്കിഷ്ടമാണ്. മീനിൻ്റെ തലയും അതിനൊരു ഭാഗവും ഇതാണ് ഞാനിന്ന് കഴിക്കുന്നത്. വായോ മക്കളെ, നമുക്ക് കഴിക്കാം. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഞാൻ കഴിക്കാൻ പോവാം. അടിപൊളി മീനും കപ്പയും.